ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മലയാളം കേരള പാഠാവലി വിഷയത്തിൽ വരുന്ന ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്കിവിടെ ആദ്യ പേജിൽ തന്നെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്ന ഒരു പക്ഷിയെയും അത് നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയെയുമാണല്ലേ നൽകിയിട്ടുള്ളത്. താഴെ വായിക്കാം. മഴയും നോക്കി തിണ്ണയിൽ ഇരിക്കുമ്പോൾ തൊട്ടടുത്തു മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ച് ഇരിക്കുന്നു. ഭംഗിയുള്ള ചിറകുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു. എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കും ഒരു രസം തന്നെ. ഇവിടെ ഈ ഒരു പക്ഷിയും എന്താണ്, മഴയെ ആസ്വദിക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. ഇതിലെ ഏതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ചുവടെ എഴുതി നോക്കൂ. ഒരു പോയിന്റ് അവിടെ നൽകിയിട്ടുണ്ട്. മഴവെള്ളം മണ്ണിൽ മറയുന്നു. 3 പോയിന്റ്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി മേലെ തന്നതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. മഴ പെയ്യുമ്പോൾ തിണ്ണയിൽ ഇരുന്ന് മഴക്കാഴ്ച കാണുന്ന കുട്ടി. പിന്നെ തൊട്ടടുത്ത മരക്കൊമ്പിൽ തണുത്തു വിറച്ചിരിക്കുന്ന പക്ഷി. 3ാമത്തെ പോയിന്റ്, തണുപ്പേറ്റ് പക്ഷി ഇടയ്ക്കിടെ ചിറകുകൾ കുടയുന്നത്. അത് വായിക്കുമ്പോൾ ഈ കാഴ്ചകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അല്ലേ. 3 പോയിന്റ്സ് നിങ്ങൾ ഇവിടേക്ക് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും? ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും, പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ, എല്ലാവരും മണ്ണിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങളാണ് കാണുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് മണ്ണിൻ്റെ സ്വപ്നം ഒന്ന് എഴുതി നോക്കാം. വരണ്ടുണങ്ങിയ മണ്ണിൽ പുതുമഴ പെയ്ത് നനയുന്നതും തന്നിൽ ഉറങ്ങിക്കിടന്ന വിത്തുകൾ ഓരോന്നായി മുളച്ചു വരുന്നതും മണ്ണിൻ്റെ സ്വപ്നമായിരിക്കാം. വേനലിൽ വാടിത്തളർന്ന മരങ്ങളും ചെടികളും പുതുജീവൻ ലഭിച്ചതുപോലെ ഉണർന്നെഴുന്നേൽക്കുന്നതും മണ്ണ് ആഗ്രഹിക്കും. ഉണങ്ങിയ കൊമ്പുകളിൽ തളിരിലകളും പൂമൊട്ടുകളും വിരിഞ്ഞ് പ്രകൃതി വീണ്ടും പച്ചപ്പണിയുന്നതും അതിൻ്റെ സന്തോഷമായിരിക്കാം. മരങ്ങളിൽ നിറയെ പൂക്കളും പഴങ്ങളും ഉണ്ടാകുകയും അവ ഭക്ഷിക്കാൻ കിളികളും അണ്ണാന്മാരും മറ്റു ജീവികളും എത്തുകയും ചെയ്യുന്നത് മണ്ണിന് ഏറെ സന്തോഷം നൽകും. വയലുകളിൽ നല്ല വിളവുണ്ടാകുന്നതും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ആവശ്യമായ ആഹാരം ലഭിക്കുന്നതും മണ്ണിൻ്റെ സ്വപ്നങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടാവാം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മനോഹരമായ ഒരു ലോകം കാണാനായിരിക്കാം മണ്ണ് സ്വപ്നം കാണുന്നത്. സോ നമ്മളിവിടെ മണ്ണിൻ്റെ സ്വപ്നം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്നത് ഫസ്റ്റ് ഒരു കവിതയാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്നാണ് ഈ ഒരു കവിതയുടെ പേര്. കിനാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നമാണല്ലേ. മണ്ണിൻ്റെ സ്വപ്നങ്ങൾ. ഇവിടെ ഈ ഒരു കവിതയിൽ പറയുന്നത് മണ്ണ് കാണുന്ന സ്വപ്നങ്ങളാണ്. ഓക്കെ, ഈ കവിതയിൽ മണ്ണ് വേറൊരു ജസ്റ്റ് ഒരു മണ്ണായിട്ടല്ല, ഒരു ജീവനുള്ളതുപോലെ സ്വപ്നം കാണുന്ന ഒന്നുപോലെയാണ് കവി ചിത്രീകരിക്കുന്നത്. എന്തെല്ലാമാണ് മണ്ണിൻ്റെ കിനാവുകൾ, മണ്ണിൻ്റെ സ്വപ്നങ്ങൾ എന്ന് നമുക്ക് ഈ കവിത വായിച്ചു നോക്കാം. കവിതയുടെ ആദ്യ ഭാഗം വായിക്കാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. പൊൻവെയിലിൽ എന്നാണല്ലേ കവി തുടങ്ങിയത്. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. പൊൻവെയിൽ എന്ന് പറയുന്നത് രാവിലെ പകൽ സമയത്തെ സ്വർണ്ണ നിറമുള്ള സൂര്യപ്രകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ വെയിലിൽ പൂക്കൾ കാണാൻ കൂടുതൽ മനോഹരമായിരിക്കും. ഈ ഒരു പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്ന് പറയുമ്പോൾ ഈ ഒരു രാവിലെയുള്ള ഈ ഒരു പൊൻവെയിലിൽ മുളച്ച മുക്കുറ്റികൾ എന്നാണ്. കുരുത്ത എന്നതിൻ്റെ അർത്ഥം മുളച്ച എന്നാണ്. 2ാമത്തെ വരി, പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. പൂനിലാവ് അതായത് പൂർണ്ണചന്ദ്രൻ്റെ ആ ഒരു നിലാവ് നുകർന്ന എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച, ആ ഒരു നിലാവിൻ്റെ ആ ഒരു വെളിച്ചം ആസ്വദിച്ച പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. അതായത് സന്ധ്യ ഈ ജമന്തി പൂക്കളെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ച്, ലാളിക്കുക എന്ന് പറഞ്ഞാൽ ഓമനിച്ചതുപോലെ അത്രയും മനോഹരമായിട്ട് വിരിഞ്ഞിരിക്കുന്നു. സന്ധ്യയുടെ സൗന്ദര്യം ഈ പൂക്കളിൽ ആകെ പകർന്നിരിക്കുന്നു.
കവിതയുടെ ആദ്യത്തെ 4 വരികൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഈ വരികളിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? കവി വെയിലും നിലാവും സന്ധ്യയും ഒക്കെ പൂക്കളെ എങ്ങനെയാണ് കൂടുതൽ മനോഹരമാക്കുന്നത് എന്ന് പറയുന്നു അല്ലേ? പ്രകൃതിയിലെ ഓരോ സമയവും പൂക്കൾക്ക് വേറിട്ടൊരു ഭംഗി നൽകുന്നു. ആദ്യം പൊൻവെയിൽ, രാവിലത്തെ വെയിൽ പൂക്കൾക്കുണ്ടാക്കുന്ന ഭംഗിയാണ് പറയുന്നത്. രണ്ടാമത് രാത്രി, നിലാവ് എപ്പോഴാണ്? രാത്രിയിലല്ലേ? നിലാവ് വെളിച്ചത്തിൽ പൂക്കൾക്കുണ്ടാകുന്ന ഭംഗി. മൂന്നാമത്തത് സന്ധ്യാസമയത്ത് പൂക്കൾക്കുണ്ടാകുന്ന ഭംഗി. ഈ 3 സമയത്തിൻ്റെയും ഭംഗി പൂക്കൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കവി പറഞ്ഞത്. കവിതയുടെ അടുത്ത ഭാഗം നോക്കാം. മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ. ഇവിടെ വേലിയിൽ പടർന്ന് വിരിഞ്ഞു നിൽക്കുന്ന കോളാമ്പികളെ കാണുമ്പോൾ കവിക്ക് മഞ്ഞ നിറമുള്ള നക്ഷത്രത്തെ പോലെയാണ് തോന്നുന്നത്. കോളാമ്പി പൂക്കളുടെ നിറത്തിന്റെ ഭംഗിയാണ് കവി ഇവിടെ പറയുന്നത്. അവ കാണുമ്പോൾ എന്താണ്? നക്ഷത്രങ്ങളെ പോലെ മിന്നുന്നതായി തോന്നുന്നു. ഇനി കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ഏറ്റി നിൽക്കും പനിനീർ മലരുകൾ. ഇവിടെ പനിനീർ മലരുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് ഇതിന് നല്ല സുഗന്ധമായിരിക്കും. ഈ പൂക്കളുടെ സുഗന്ധത്തെ കുറിച്ചായിട്ടാണ്. ഇത് എല്ലായ്പ്പോഴും എന്താണ്? കാറ്റിലേക്ക് പകരുന്നവയാണ്. ഇവിടെ ചേറ്റി നിൽക്കും എന്ന് പറഞ്ഞത് ആകെ ചുറ്റും നിറച്ച് നിൽക്കും, പരത്തി നിൽക്കും എന്നാണ്. അതായത് ഇതിൻ്റെ സുഗന്ധം എന്താണ്? കാറ്റിൽ ഫുള്ള് ഇങ്ങനെ പരത്തിയിട്ടുണ്ടാവും. കാറ്റിൽ ഈ ഒരു പനിനീർ മലകളുടെ സുഗന്ധം ഇങ്ങനെ പകർന്ന് കിടക്കുന്നുണ്ടാവും. ഈ ഭാഗത്ത് കവി പറയുന്നത് ചില പൂക്കൾ കാഴ്ചയിലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. അതായത് കോളാമ്പി പൂക്കൾ എന്താണ്? അതിൻ്റെ മഞ്ഞ നിറമാണ് കോളാമ്പി പൂക്കളുടെ ഭംഗി. ചില പൂക്കളോ അവയെ സുന്ദരമാക്കുന്നത് അതിൻ്റെ സുഗന്ധമായിരിക്കും. ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് പനിനീർ മലരുകളാണ്. അതിൻ്റെ സുഗന്ധമാണ് അതിൻ്റെ ഒരു പ്ലസ്, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കവിതയുടെ അടുത്ത ഭാഗം. രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. രാത്രി പെറ്റ എന്ന് പറഞ്ഞാൽ രാത്രി ജനിച്ചവ പോലെ, രാത്രിയിൽ ജനിച്ച കുരുക്കുത്തി മുല്ലകൾ. അതായത് രാത്രി വിരിഞ്ഞു നിൽക്കുന്ന കുരുക്കുത്തി മുല്ലകളുടെ ഭംഗിയാണ് ഇവിടെ പറയുന്നത്. രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ. ചെന്താരുകൾ എങ്ങനെയാണ്? രാജമുദ്ര അണിഞ്ഞതുപോലെ അതീവ ഗംഭീരമായിട്ട് കാണപ്പെടുന്നു. ഇവിടെ രാജമുദ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജാധികാരത്തിന്റെ ചിഹ്നമായ കിരീടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കിരീടമണിഞ്ഞ ചെന്താരുകൾ. അത്ര ആ ഒരു ഗാംഭീര്യമാണ് അവിടെ ചെന്താരുകളിൽ കാണുന്നത്. ദെൻ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ, തൂമയേറിടും വാടാമലരുകൾ. വാടാമലരുകളെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ഭൂമി അണിഞ്ഞ കുങ്കുമപ്പൊട്ടു പോലെയാണെന്ന്. ഈ വാടാമലരുകൾ ഭൂമിയുടെ ചന്തത്തെ, സൗന്ദര്യത്തെ കൂട്ടുന്നു. തൂമയേറിടും എന്ന് പറഞ്ഞാൽ ചന്തം കൂട്ടുന്നു എന്നാണ്. ഇവിടെ ഭൂമി ഒരു സ്ത്രീയായി കരുതി അവളുടെ നെറ്റിയിലെ ചുവന്ന പൊട്ടുപോലെ പൂക്കൾ ഭൂമിയെ അലങ്കരിക്കുന്നു, ഭൂമിയുടെ സൗന്ദര്യത്തെ കൂട്ടുന്നു എന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഈ 4 വരികളിലൂടെയും കവി പറയുന്നത് രാത്രിയിൽ വിരിയുന്ന പൂക്കളും ചുവന്ന പൂക്കളും ഭൂമിക്ക് അലങ്കാരമാകുന്നു എന്നാണ്. നെക്സ്റ്റ് പേജ് എടുക്കുക. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. പൂക്കൾ എത്രയോ പൂക്കളുണ്ട് ഈ ഭൂമിയിൽ. പൂക്കളൊക്കെ എന്താണ്? ഭൂമിയുടെ മക്കളെ പോലെയാണ്, ഭൂമിയുടെ മക്കളായിട്ടാണ് ജനിക്കുന്നത്. നിത്യവും എല്ലാ ദിവസവും ഒരുപാട് പൂക്കളാണ് ഭൂമിയിൽ പിറക്കുന്നത്. നീലവാനം മീകളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. നീലവാനം എന്ന് പറഞ്ഞാൽ നീലാകാശം, വാനം എന്ന് പറഞ്ഞാൽ ആകാശമാണ്, മീ എന്ന് പറഞ്ഞാൽ കണ്ണ്. നീലവാനം, നീലാകാശം കണ്ണിലുള്ളവർ, അതായത് നീലാകാശത്തെ നോക്കി നിൽക്കുന്നവർ എന്നാണ്. നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ. നീർക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളികളാണ്. വെള്ളത്തുള്ളികളാൽ മാല ചാർത്തുന്നവർ, മാല അണിയുന്നവർ എന്നാണ്. അതായത് പൂക്കൾ ആരാണ്? നീലാകാശത്തെ നോക്കി നിൽക്കുന്നവരാണ്. വെള്ളത്തുള്ളികൾ, അതായത് മഴത്തുള്ളികൾ കൊണ്ട് മാല അണിയുന്നവരാണ്. ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ, ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരാണ്. ഏതൊരുട്ടിലും മന്ദഹസിപ്പവർ, അതായത് ഏത് ചൂടിലും വാടില്ല, ഏത് ഇരുട്ടിലും, എത്ര ഇരുട്ടാണെങ്കിലും അവർ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് നിൽക്കുക.
പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കൾ മണ്ണിന്റെ സ്വപ്നങ്ങളാണ്. പൂക്കൾ ജീവന്റെ സ്നേഹവും പ്രതീക്ഷയുമാണ്. ജീവിതം സുന്ദരവും പ്രതീക്ഷയോടെ നിറഞ്ഞതുമാക്കുന്നത് പൂക്കളാണ്. ഇത്രയുമാണ് നമ്മുടെ കവിത വരുന്നത്. പി മധുസൂദനനാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതാ ഭാഗമാണിത്. കവി പി മധുസൂദനൻ ഈ കവിതയിലൂടെ എന്താണ് പറഞ്ഞത്? കവി ഭൂമിയെ ഒരു അമ്മയായി കാണിച്ച് പൂക്കളെ അതിൻ്റെ മക്കളായി അവതരിപ്പിക്കുന്നു. പൂക്കൾ ഭൂമിയുടെ സ്വപ്നങ്ങളും ജീവന്റെ സന്തോഷവും പ്രതീക്ഷകളും ആണെന്ന് കവിത പറയുന്നു. പ്രകൃതിയിലെ സൗന്ദര്യവും ജീവന്റെ തുടർച്ചയും പൂക്കളിലൂടെ കവി മനോഹരമായിട്ട് വരച്ചു കാട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കവിതയാണിത്. നമുക്ക് ഇനി പാഠഭാഗത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഈണത്തിൽ താളത്തിൽ. ആദ്യം എല്ലാവരും ഈ കവിത മൗനമായി 1-2 തവണ വായിക്കൂ. ഇനി ചെറിയ ഗ്രൂപ്പുകളായി കവിതയ്ക്ക് ചേരുന്ന ഈണത്തിൽ ചൊല്ലി അവതരിപ്പിക്കൂ. ഒരു ഗ്രൂപ്പിന്റെ അവതരണം മറ്റ് ഗ്രൂപ്പുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തുമല്ലോ. സോ ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, പൂക്കളെ പരിചയപ്പെടാം. കവിതയിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അവയുടെ വർണ്ണചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക. കാണുന്ന ഈ ഒരു സ്പേസിൽ നിങ്ങൾ പൂക്കളുടെ പേര് എഴുതുക, അവയുടെ ചിത്രവും വരയ്ക്കുക. എന്നിട്ട് നോട്ട് പുസ്തകത്തിൽ 1-2 പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ. ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ള പൂക്കളാണ് മുക്കുറ്റി, തുമ്പ, ജമന്തി, കോളാമ്പി, പനിനീർ, കൃഷ്ണകിരീടം, മുല്ല, വാടാമല്ലി. ഇവയുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ അവിടെ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ്, നമുക്കും പൂക്കളാകാം. പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായിട്ട് മാറുക. നിങ്ങൾക്ക് ലഭിച്ച പൂവിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ. അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. ഇത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ഇവിടെ ഓരോ പൂക്കളുടെയും സവിശേഷതകൾ നോക്കാം. ആദ്യം മുക്കുറ്റി. കവിതയിലെ വരി പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പൊൻവെയിലിൽ മുളച്ച വിരിഞ്ഞ മുക്കൂറ്റികൾ. സവിശേഷതകൾ: കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും കാണുന്ന ചെറിയ മഞ്ഞപ്പൂവാണ് മുക്കുറ്റി. ദശപുഷ്പങ്ങളിൽ ഒന്നായ ഇത് ഔഷധ ഗുണമുള്ളതും ഗ്രാമീണ ഭംഗിയുടെ പ്രതീകവുമാണ്. അടുത്തത് തുമ്പ. കവിതയിലെ വരി പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. സവിശേഷതകൾ: തുമ്പ അത്തപ്പൂക്കളത്തിലെ പ്രധാന പൂവാണ്. വിനയത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്നു. ഇല, പൂവ്, വേര് എല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു. അടുത്തത് ജമന്തിയാണ്. കവിതയിലെ വരി സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ. സവിശേഷത: മഞ്ഞ, വെള്ള, ഓറഞ്ച് നിറങ്ങളിൽ കാണുന്ന സുഗന്ധ പുഷ്പമാണ് ജമന്തി. സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഈ പൂവ് പൂക്കളങ്ങളിലും അലങ്കാരത്തിനും ഉപയോഗിക്കുന്നു. അടുത്തത് കുരുക്കുത്തി മുല്ല. കവിതയിലെ വരി രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ എന്നാണ്. സവിശേഷത: രാത്രിയിൽ വിരിയുന്ന വെള്ള നിറമുള്ള സുഗന്ധ പുഷ്പമാണ് ഇത്. ഇതിൻ്റെ മണം ശലഭങ്ങളെയും കീടങ്ങളെയും ആകർഷിക്കുന്നു. അടുത്തത് കൃഷ്ണകിരീടം, അതായത് ചെന്താരം. കവിതയിലെ വരി രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ എന്നാണ്. സവിശേഷത: കിരീടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന പൂങ്കുലയുള്ള ഓണക്കാല പൂവാണ് ഇത്. ഗ്രാമങ്ങളിൽ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു. അടുത്തത് വാടാമല്ലി. കവിതയിലെ വരി ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. സവിശേഷത: വാടാതെ ഏറെ ദിവസം നിലനിൽക്കുന്ന പൂവാണ് വാടാമല്ലി. മാല കെട്ടാനും പൂക്കളമിടാനുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഓർത്തു ചൊല്ലാം. കവിതയിൽ ആദ്യം പറഞ്ഞത് ഏത് പൂവിനെ കുറിച്ചാണ്? മുക്കുറ്റികളെ കുറിച്ചിട്ടാണല്ലേ കവിതയിൽ ആദ്യം പറഞ്ഞത്. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ എന്നാണ്. ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ. നിങ്ങൾ ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ള വരികൾ ഓർത്തു ചൊല്ലി നോക്കുക. അടുത്തത് പൂക്കളോടൊപ്പം. പൂക്കൾ മണ്ണിന്റെ ഓമൽ കിനാവുകൾ. പൂക്കൾ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ. പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തി എഴുതുക. ഉത്തരം എഴുതാം. കവിതയുടെ ആദ്യ ഭാഗത്ത് പലതരത്തിലുള്ള പൂക്കളെ കുറിച്ചുള്ള വർണ്ണനകളാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് കവി പൂക്കളുടെ മഹത്വത്തെ വാഴ്ത്തപ്പെടുന്നു. എല്ലാ ദിവസവും എത്രയോ പൂക്കളാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്നതെന്ന്
പറയുന്നതിലൂടെ ഭൂമിയുടെ മക്കളാണ് പൂക്കൾ എന്ന് കവി വിശ്വസിക്കുന്നു. ഓരോ പൂവിനും അതിൻ്റെ സവിശേഷതകൾ കാണാം. ചിലത് നീലാകാശത്തെ നോക്കുന്നവരായി, ചിലത് വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരായി, ചിലത് ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരായി, ചിലത് ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരായി കാണപ്പെടുന്നു. പൂക്കൾ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. അടുത്ത ചോദ്യം, പൂക്കളും നമ്മളും. നീലവാനം മീകളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദസിപ്പവർ. ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് ഉത്തരം എഴുതാം. നീലവാനം മീകളിലുള്ളവർ, നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ, ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ, ഏതിരുട്ടിലും മന്ദഹസിപ്പവർ എന്ന വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും കവി അവതരിപ്പിക്കുന്നു. നീലവാനം മീകളിലുള്ളവരാണ് ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കൾ. നിറം, വിശാലത, ഭംഗി എന്നിവയാണ് നീലവാനത്തിൻ്റെ സവിശേഷതകൾ. എല്ലാം കാണാനും അറിയാനുമുള്ള കൗതുകവും അത് നൽകുന്ന ഭംഗിയുമാണ് നീലവാനം മീകളിലുള്ളവർ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. മഞ്ഞുതുള്ളികൾ വീണുകിടക്കുന്ന പൂക്കളുടെ ഭംഗിയാണ് നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്ന വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും തളരാതെ കരുത്തോടെ നിലനിൽക്കുന്ന മനുഷ്യരുടെ സ്വഭാവത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന പൂക്കളെ പോലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന മനുഷ്യരെയും കവി കാണിക്കുന്നു. അതുപോലെ ഇരുട്ടിൽ പോലും പുഞ്ചിരി തൂകുന്ന പൂക്കൾ ഏതു ദുഃഖത്തെയും ഉള്ളിലൊതുക്കി ചിരിയിലൂടെ മറികടക്കുന്ന മനുഷ്യരുടെ പ്രതീകമാണ്. ഇങ്ങനെ പൂക്കളിൽ നിന്നുള്ള ചിത്രങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് പടരുന്നതാണ് കവിയുടെ ചിന്തയെന്ന് കവിതാഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ചോദ്യം, ആസ്വാദനക്കുറിപ്പിലേക്ക്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ. ഇവിടെ നിങ്ങൾക്കൊരു പടം നൽകിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നടുവിലായിട്ട് കവിതയുടെ പേര് എഴുതി കൊടുക്കുക. മണ്ണിൻ്റെ കിനാവുകൾ എന്നാണ് എഴുതേണ്ടത്. ഇവിടെ സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ സാധാരണ ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അർത്ഥസമ്പുഷ്ടത നൽകാനും സൗന്ദര്യം കൂട്ടാനും ഉപയോഗിക്കുന്ന വാക്കുകളാണിത്. പിന്നെ നമ്മൾ പ്രധാന ആശയങ്ങൾ എഴുതണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതണം, കവിയെക്കുറിച്ച് എഴുതണം, സമാനാശയമുള്ള മറ്റു കവിതകളിലെ വരികൾ എഴുതണം. സോ നമുക്കിത് തയ്യാറാക്കാം. നടുവിൽ നിങ്ങൾ കവിതയുടെ പേരാണ് മണ്ണിൻ്റെ കിനാവുകൾ എന്ന് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് കവിയെക്കുറിച്ച് എഴുതാം. പ്രശസ്ത ബാലസാഹിത്യകാരനായ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനായ കവിയാണ്. മുക്കുറ്റിപ്പൂവിൻ്റെ ആകാശം, ഞാനിവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അടുത്തത് നമുക്ക് പദങ്ങളും പദപ്രയോഗങ്ങളും എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞു പദങ്ങളും പദപ്രയോഗങ്ങളും എങ്ങനെയാണ്, സാധാരണ ഭാഷയല്ല, വ്യത്യസ്ത വേറിട്ടൊരു ഭാഷയാണ്. നല്ല ആശയവും നല്ല അർത്ഥവും ഒരു ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ട് വേറിട്ട പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, സന്ധി നെഞ്ചത്തെടുത്ത് ലാളിച്ചു, നീലവാനം മീകളിലുള്ളവർ, മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, നീർത്തണികളാൽ മാല ചാർത്തുന്നവർ. അടുത്ത പ്രധാന ആശയങ്ങൾ എഴുതാം. ഭൂമിയുടെ മക്കളായി പിറക്കുന്ന പൂക്കളുടെ സവിശേഷതകൾ. പിന്നെ ഓരോ പൂവിനും നിറവും ആകൃതിയും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. പിന്നെ പൂക്കൾ നൽകുന്ന ചിന്തകൾ, അവ ജീവിതത്തിൽ പ്രേമവും പ്രതീക്ഷയും നൽകുന്നു. ഇത് സമാന ആശയമുള്ള മറ്റ് കവിതയിലെ വരികൾ. ഈ കവിതയിലുള്ള അതേ ആശയം വരുന്ന മറ്റേതെങ്കിലും കവിതയിലെ വരികളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, കാട്ടിൽ പൂക്കും കാട്ടുപൂവേ നീ ആരുടെ സ്വപ്നമാണോ. വരികളിലും പറയുന്നത് പൂക്കൾ സ്വപ്നമാണ് എന്നാണ് അല്ലേ. അടുത്തത് പൂക്കാലം വരവായി ഓർമ്മകൾ തഴുകി. പൂക്കൾ നമുക്ക് ഓർമ്മകൾ സമ്മാനിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ, പൂക്കൾ ജീവൻ്റെ പ്രേമ പ്രതീക്ഷകൾ. ഇതാണ് ഞാൻ ഇഷ്ടപ്പെട്ട വരിയായിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങളും ഇതേപോലെ ഈ ഒരു മനോപടം പൂർത്തിയാക്കുക. എന്നിട്ട് മനോപടത്തിൻ്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നല്ലൊരു പേരും നൽകുമല്ലോ.
സോ നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാം. ആദ്യം ആസ്വാദനക്കുറിപ്പ് തുടങ്ങേണ്ടത് കവിത എഴുതിയ കവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പ്രശസ്ത ബാലസാഹിത്യകാരനായ പി മധുസൂദനൻ ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ പ്രശസ്തനായ ശ്രദ്ധേയനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പലതരം പൂക്കളുടെ രൂപത്തിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ഓരോ പൂവിനെയും കവി പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നു. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റി, പൂനിലാവിൻ്റെ വെളിച്ചം നുകർന്ന പൂത്തുമ്പ തുടങ്ങിയ വിശേഷണങ്ങൾ കവിതയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ വിശേഷണങ്ങളെല്ലാം പൂക്കൾക്കിണങ്ങുന്നവയാണ്. മണ്ണിൻ്റെ മക്കളാണ് പൂക്കൾ. ഓരോ പൂവിനും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതിയാണ്. മണ്ണ് തൻ്റെ മക്കളെക്കുറിച്ച് കിനാവ് കാണുന്നു. ആരിലും സന്തോഷം, പ്രതീക്ഷ, സ്നേഹം എന്നിവ നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും. ധാരാളം പൂക്കൾ ഭൂമിയുടെ മക്കളായി നിത്യവും പിറക്കുന്നുണ്ട്. ചില പൂക്കൾ നീലാകാശം കണ്ണിലുള്ളവരാണ്. വെള്ളത്തുള്ളികൾ കൊണ്ട് മാല ചാർത്തുന്നവരും ഏത് ചൂടിലും വാടാതെ നിൽക്കുന്നവരുമുണ്ട്. ചില പൂക്കൾ ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ്. പരസ്പര സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്നവരുടെയും പ്രതീകങ്ങളാണ് ഈ കവിതയിലെ പൂക്കൾ. ഓരോ പൂവും അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സന്ദേശങ്ങൾ നൽകുന്നു. ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും തളരാതെ നേരിടാൻ നമുക്ക് കഴിയണം. ആശയം, പ്രയോഗഭംഗി, മനോഹരമായ വർണ്ണന എന്നിവ കൊണ്ട് സമ്പന്നമാണ് ഈ കവിത. ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും പ്രകൃതി സ്നേഹം നിലനിർത്താനും നമ്മെ പ്രചോദിപ്പിക്കുന്ന കവിതയാണിത്. പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശവും കവിത നൽകുന്നു. ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ എന്ന വരിയാണ്. കാരണം ഈ വരി പൂക്കൾ വെറും പ്രകൃതിയുടെ ഭാഗമല്ല, മറിച്ച് മണ്ണിൻ്റെ സ്വപ്നങ്ങളും സ്നേഹവും പ്രതീക്ഷകളും ആണെന്ന് മനോഹരമായി വ്യക്തമാക്കുന്നു. അതിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വളരെ ഭംഗിയായി കവി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കവിതയിൽ കവി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ വളരെ മനോഹരവും അർത്ഥവത്തുമാണ്. കിനാവ് എന്നത് സ്വപ്നം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. നീർക്കണ, മഞ്ഞുതുള്ളി അല്ലെങ്കിൽ ജലത്തുള്ളി എന്ന അർത്ഥം നൽകുന്നു. മന്ദഹസിപ്പവർ എന്നത് പുഞ്ചിരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പൊൻവെയിലിൽ സ്വർണ്ണ നിറത്തുള്ള സൂര്യപ്രകാശത്തെയും പൂനിലാവ് പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തെയും സൂചിപ്പിക്കുന്നു. രാജമുദ്രയണിഞ്ഞ എന്ന പ്രയോഗം രാജകീയ ഭംഗിയുള്ളതായി കാണിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നു. ഈ പദപ്രയോഗങ്ങൾ കവിതയുടെ സൗന്ദര്യവും ഭാവനയും കൂടുതൽ ശക്തമാക്കുന്നു. അടുത്ത പാരഗ്രാഫ് അവസാനമായി പറയുമ്പോൾ പ്രകൃതിയോടുള്ള സ്നേഹവും ജീവിതത്തിലെ പ്രതീക്ഷയും മനോഹരമായി അവതരിപ്പിക്കുന്ന കവിതയാണിത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളിൽ ഒന്നാണിത്. കാരണം ലളിതമായ ഭാഷയിൽ വലിയ ആശയങ്ങൾ കവിത നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചുമർ പത്രിക തയ്യാറാക്കാം. കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളുമെല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി, ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം, ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം. ഞാൻ ഇവിടെ ഞങ്ങളുടെ മുക്കുറ്റി എന്നതിൻ്റെ ചുമർ പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് എഴുതാം, മുക്കുറ്റി ഒരു ചെറു പൂവായിരുന്നാലും അതിൻ്റെ സൗന്ദര്യവും ലാളിത്യവും വളരെ മനോഹരമാണ്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ കവി മുക്കുറ്റിയെ പ്രകൃതിയുടെ സ്വപ്നപ്പൂവായി അവതരിപ്പിക്കുന്നു. പൊൻവെയിലിൽ കുരുത്തു വളരുന്ന ഈ പൂവ് മണ്ണിൻ്റെ മക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂക്കളുടെ രൂപത്തിൽ പ്രകടമാക്കുന്നതിൽ മുക്കുറ്റികൾക്കും ഒരു പ്രധാന സ്ഥാനം ഉണ്ട്. ചെറുതായിരുന്നാലും ഏത് സാഹചര്യത്തിലും വളരാനുള്ള ശേഷിയും പ്രകൃതിയുടെ ഭാഗമായുള്ള അതിൻ്റെ സൗന്ദര്യവും മുക്കുറ്റിയെ പ്രത്യേകമാക്കുന്നു. മണ്ണിനെയും പ്രകൃതിയെയും സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്ന ഒരു പ്രതീകമായാണ് കവിതയിൽ പൂക്കളെ അവതരിപ്പിക്കുന്നത്. മുക്കുറ്റി നമ്മെ പഠിപ്പിക്കുന്നത് ലാളിത്യത്തിലും ചെറുതായ കാര്യങ്ങളിലും വലിയ സൗന്ദര്യം ഉണ്ടെന്ന് തന്നെയാണ്. അതിനാൽ പ്രകൃതിയോടുള്ള സ്നേഹവും ആദരവും വളർത്താൻ ഈ പൂവ് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രവർത്തനം മലർമാല കോർക്കാം. പൂക്കളെ കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തു. ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം. വായനവാരവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ. സോ ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്.
സോ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കവിതയിൽ നിന്നും വരുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു തൈ നടാം എന്ന കവിത പറയുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആക്കി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. ഓക്കെ, നമ്മൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി.